ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല കുറേ പീസസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കൊറിയൻ പാറ്റേൺസിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത്. നല്ല യൂണീക്ക് പീസസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രൈസ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 350 തൊട്ടാണ് നമുക്ക് പ്രൈസ് റേഞ്ച് മിക്കതും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, മിക്സഡ് സൈസസിലുള്ള കളക്ഷൻസ് ആണ്, സിംഗിൾ സൈസസ് അല്ല, മിക്സഡ് സൈസസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ പറയുകയാണ്, നിങ്ങൾ വീഡിയോസ് പറ്റുന്നെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തെങ്കിലേ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് പറയുന്നത്. അത് ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്ത് പറയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കളർ കോമ്പിനേഷൻ ആണ്. ഫാബ്രിക് നല്ല ഫ്ലോയിങ് ഫാബ്രിക് ആണ് കണ്ടോ, റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ എൻഡിങ്ങിലായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഒരു കോളർ പാറ്റേണിലും സ്ലീവിന്റെ എൻഡിങ്ങിലും ഒക്കെ ഒരു ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. അത് കൊടുത്ത് ആ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കോളറിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. പക്ക ഒരു കൊറിയൻ മോഡൽ ആ ഒരു കോളർ പാറ്റേൺ ആണ് വരുന്നത്. സ്ലീവ് വരുമ്പം 3/4 സ്ലീവ് ഉണ്ടാവും. ഷർട്ട് ലെങ്ത് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഈ ഒരു റെഡ് ഷെയ്ഡ് നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, പക്ഷെ അത്ര ഇല്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. കൊറിയൻ മോഡലാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് കേട്ടോ. ലാർജിന് ലൂസ് ഫിറ്റ് ആയി പോകും. എക്സലുകാർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഒരു പെർഫെക്റ്റ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. സെക്കൻഡ് വൺ വന്നിരിക്കുന്നതും നല്ല ഒരു പൗഡർ ബ്ലൂവും ആഷ് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതും പക്ക ഒരു കൊറിയൻ മോഡലാണ് വന്നിരിക്കുന്നത്. സ്ലീവ് പാറ്റേൺ കണ്ടോ, സ്ലീവിന്റെ ഈ ഒരു പോർഷനിലായിട്ട് സെന്റർ പോർഷനിലായിട്ട് കണ്ടോ ആ ഒരു ക്രോഷിയോടെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത്. ലേസ് വർക്ക് കണ്ടോ, ക്രോഷിയോടെ ലേസ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പം ആ ഒരു കണ്ടോ ഒരു ഫ്രിൽ മോഡലാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി കണ്ട ആ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കും ആ ഒരു കണ്ടോ ഈ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ഒരു ബോയും സ്റ്റോൺ ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ടോപ്പ് ലെങ്ത് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും അടിപൊളി ഒരു പാറ്റേണും ആണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മീഡിയം ആണ് കേട്ടോ. മീഡിയം കാർക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഇനി സ്മോൾ സൈസിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ 36 ഉള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരും. മീഡിയത്തിലായിരിക്കും കംഫർട്ടബിൾ വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 3. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ സെന്റർ പോർഷനിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനിങ്ങും ബട്ടൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പം ഈ ഒരു ടൈപ്പ് സ്ലീവ് പാറ്റേൺ ആണ്. സിമ്പിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ഇന്നർ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ വരുന്നത് മെറ്റീരിയൽ. നമ്മൾ അകത്തൊരു വൈറ്റ് പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ ഇന്നർ ഒന്നും യൂസ് ചെയ്യണ്ട. നമ്മുടെ കയ്യിലുള്ള വൈറ്റ് കളേഴ്സ് ഇന്നേഴ്സ് ഇല്ലേ, അത് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇത്തിരി തിക്കുള്ളതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലാർജ് എക്സൽ ആണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അകത്ത് ഇന്നർ ഇടണേ. നമ്മൾ വീഡിയോസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിനകത്ത് ഇന്നർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ സെപ്പറേറ്റ് ഇന്നർ യൂസ് ചെയ്യണം കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 350 ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇതും നല്ല സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇങ്ങനെയാണ് ടോപ്പ് ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്കിന്റെ പോർഷനിൽ ഈ ഒരു ഡിസൈനിങ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെ വരും, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയും വരും കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ വരുന്നത്. സ്ലീവ് വരുമ്പോൾ നമുക്കിത് ഈ ഒരു 3/4 സ്ലീവ് ഉണ്ടാവും. മൾട്ടി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിനകത്തും നമ്മളൊരു ഇന്നർ യൂസ് ചെയ്യണം. സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഇങ്ങനെ കേട്ടോ ആ ഒരു ലെങ്തും കാര്യങ്ങളും കിട്ടുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. എക്സലുകാർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് നല്ലൊരു പ്യുർ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലാക്ക് ഷർട്ട് ആണ്. ഇങ്ങനെയാണ് ഷർട്ടിന്റെ ലെങ്തും കാര്യങ്ങളും വരുന്നത്. സെൻട്രലായിട്ട് ഈ ഒരു ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ സെൻട്രലായിട്ട് കേട്ടോ ഈ ഒരു രീതിയിലുള്ള ബോ ചെയ്യാനുള്ള ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പക്ക കൊറിയൻ മോഡൽസ് ആണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. 2 സൈഡ്സിലും പ്രിൻസസ് കട്ട് ആണ് കേട്ടോ വരുന്നത്. നോർമൽ കട്ടല്ല, പ്രിൻസസ് കട്ട് ആണ്. നമുക്കറിയാലോ പ്രിൻസസ് കട്ടൊക്കെ നമ്മൾ ചെയ്യിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴൊക്കെ ആ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ ഈ ഒരു ടോപ്പൊക്കെ അതും ഇത്രയും ക്വാളിറ്റിയിൽ വരുന്ന ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ നല്ല റിച്ച് ക്വാളിറ്റിയിലാണ് വരുന്നത്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലൂ ജീൻസിന്റെ കൂടെയും ബാഗിയുടെ കൂടെയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിന്റെ കൂടെയും ഒക്കെ നമുക്ക് ബീജ് കളർ ഷെയ്ഡിന്റെ കൂടെ കൊറിയൻ ബാഗിയുടെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്ത് പോയാൽ ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ ആയിരിക്കും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു
ഭയങ്കര റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു പാറ്റേൺ തന്നെയാണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് കേട്ടോ. ലാർജുകാർക്ക് ലൂസ് ഫിറ്റിലായി പോകും, എക്സൽ ആയിരിക്കും കംഫർട്ടബിൾ ഫിറ്റ്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. ഓഫ് വൈറ്റും ബ്ലാക്കും കൂടാണ് വരുന്നത്. ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ഫാബ്രിക് വരുന്നത് ഇത് ഇങ്ങനെ കേട്ടോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് വരുമ്പം ഒരു 3/4 സ്ലീവ് ഉണ്ടാവും. സ്ലീവിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പ്ലീറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലൂപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു ഫ്രില്ല് പോലെ ആക്കി എടുക്കാൻ പറ്റും. ഫ്രണ്ട് പോർഷനിൽ സ്ലീവ് ഒക്കെ ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഭയങ്കര രസമായിട്ടോ നേരിട്ടും കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജുകാർക്ക് ഓക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആയിരിക്കും കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പക്ക ഒരു കൊറിയൻ മോഡൽ തന്നെയാണ്. ഇതിന്റെ കളർ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ്. നമുക്ക് പീച്ച്, ഡാർക്ക് പീച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. നല്ലൊരു ഭംഗിയുള്ള കളറാണ്. സ്ലീവ് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഉണ്ടോ, നെറ്റ് ഫാബ്രിക് ആണ്. അത് നോക്കി എന്നാ അടിപൊളി ഒരു ഫാബ്രിക്കാണെന്നറിയാവോ. അത് ഈ ഒരു പോർഷനിലായിട്ട് ഈ ഒരു മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇത് കണ്ടോ ഇങ്ങനെ ആട്ടോ വരുന്നത്. ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ചെസ്റ്റ് സൈസിന്റെ മെഷർമെന്റ് കിട്ടുന്നത് 40 സൈസ് കിട്ടുന്നുണ്ട്. പക്ഷെ കറക്റ്റ് 40 ആയിരിക്കും. ഇപ്പം 40 ഒരു ലാർജ് സൈസ് എടുക്കുന്നവർക്ക് ലൂസ് ഫിറ്റ് ഉണ്ടാവില്ല. അവർക്ക് കറക്റ്റ് ഫിറ്റിൽ നിൽക്കും. ലൂസ് ഫിറ്റ് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മീഡിയം 38 സൈസുകാർക്ക് എടുക്കുവാണെങ്കിൽ അവർക്കൊരു ഇത്തിരി ലൂസ് ഫിറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 399 ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓഫ് ഷോൾഡർ ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ഷോൾഡർ വരുന്നത്. ഓഫ് ഷോൾഡർ ആണ്. നെക്കിന്റെ പോർഷൻ കംപ്ലീറ്റ്ലി ആ ക്രോഷിയോടെ ഒരു ഫാബ്രിക്, ആ ഒരു ലേസ് വർക്ക് ഡീറ്റെയിലിംഗും ആണ് വരുന്നത്. സ്ലീവ് പാറ്റേണും എല്ലാം അങ്ങനത്തെ തന്നെ ഒരു പാറ്റേൺ ആണ്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എല്ലാം നെക്കിന്റെ പോർഷൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. സിംഗിൾ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഓഫ് ഷോൾഡർ ആയിട്ട് അങ്ങനെയും വെയർ ചെയ്യുന്ന കേട്ടോ. ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ട്. കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ എലാസ്റ്റിക് ആണ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. വീഡിയോസിൽ ഇതേ കണ്ടോ, ഇത് ഓഫ് ഷോൾഡർ ആയിട്ട് ഇങ്ങനെയും വെയർ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വരുന്നത്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സലുകാർക്ക് പറ്റുന്ന മെഷർമെന്റ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്ന പാറ്റേൺ കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻസിന്റെ പാറ്റേൺ ആണ്. ഇതും നല്ല ഫ്ലോയിങ് ഫാബ്രിക് ആണ്. റിച്ച് ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. ഇതിലൊരു ചെറിയ കോളർ പാറ്റേൺ വന്നിട്ട് സ്ലീവിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പ്ലീറ്റ് ഉണ്ട്. സെൻട്രൽ പോർഷനിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിന്റെ പോർഷൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഗ്യാദേഴ്സ് പോലെയുള്ള ഒരു പ്ലീറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ട് ഈ ഒരു സെന്ററിൽ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഈ എൻഡിങ് പോർഷനിലേക്ക് വരുമ്പോൾ ഇച്ചിരി അപ്പ് ആൻഡ് ഡൗൺ മോഡലിൽ ഈ ഒരു ഫ്രില്ലും ഈ പ്ലീറ്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ്. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ബാക്ക് സൈഡ് അങ്ങനല്ല. ബാക്ക് സൈഡ് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ് ആ ഒരു ഡിസൈനിങ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് കേട്ടോ. എക്സലുകാർക്ക് ഇത്തിരി ലൂസ് ഫിറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2XL 3XLകാർക്ക് പറ്റിയ നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഏഞ്ചൽ ലുക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ഈ ഒരു ലെങ്ത് ആയിരിക്കും. ഹിപ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അടിപൊളിയായിട്ടോ കാണാനായിട്ട്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഇതേ ഒരു ഓപ്പൺ രീതിയിലുള്ള ഒരു കണ്ടോ ഇങ്ങനെ ഒരു കവറേജും കാര്യങ്ങളും ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. സെൻട്രൽ ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെ ഈ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്തു പറയാൻ വാക്കുകളില്ല. അത്രയും നല്ല റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XXL, XXL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 420 ആണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സ്മോൾ സൈസസിലൊക്കെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരു മോഡലാണ്. നമ്മൾ ഇതിങ്ങനെ വെയർ ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് കണ്ടോ, നമ്മൾ ഈ ഒരു സൈഡിൽ ഇത്രയും ലോങ് ലെങ്തിലല്ലേ ഇത് വരുന്നത്. ഇത് ബാക്കിലേക്ക് നമുക്ക് ബോ ചെയ്യാനുള്ള രീതിയിലുള്ള ആ ഒരു ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്കേർട്ടിന്റെ കൂടെയൊക്കെ നമുക്ക് പക്ക അടിപൊളിയായിട്ട് പോകുന്ന ഒരു മോഡലാണ് ഈ ഒരു പാറ്റേൺ എന്നൊക്കെ പറയുന്നത് കേട്ടോ.
സ്മോൾ സൈസസിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഈ ഒരു ടോപ്പും ഈ ഒരു സ്കേർട്ടും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കോംബോ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല സ്കേർട്ടിന്റെ കൂടെ മാത്രമല്ല, നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു നമുക്കൊരു വലിയൊരു ബോ ചെയ്യാൻ, ഒരു ബട്ടർഫ്ലൈ ബോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത്. ക്രോപ്പ് മോഡലാണ്. സൈസസ് സ്മോൾ ആണ് കേട്ടോ. എക്സ്ട്രാ സ്മോളിനും യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതും നമുക്കൊരു പിങ്കിഷ് പീച്ച് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ കൊറിയൻ മോഡലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വൺ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു റോസ് ഫ്ലവർ, അതുപോലെ തന്നെ ഒരു കുറച്ചൊരു ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ആണ്. ചെറിയൊരു പ്ലീറ്റും കാര്യങ്ങളും ഉണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ. അത് മാത്രമല്ല അതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കൊറിയൻ പക്ക മോഡൽസ് ആണ് കേട്ടോ. ഇതൊക്കെ വേറെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു യൂണീക്ക് പീസ് തന്നെ ആയിരിക്കും. നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നോക്കി നമ്മൾ ഇതുവരെ കാണിക്കുന്നതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് അല്ലേ കൊണ്ടുവരുന്നത്. ഇതൊക്കെ നിങ്ങൾ വേറെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു യൂണീക്ക് പീസ് തന്നെ ആയിരിക്കും. ആ ഒരു രീതിയിൽ ചോദിക്കും ഇത് എവിടെ നിന്നാണെന്നുള്ളത്. അത്രയും നല്ല ഒരു യൂണീക്നെസ് ആയിട്ടുള്ള പീസസ് തന്നെയാണ്. അടിപൊളി പാറ്റേൺസും ആണ് വരുന്നത്. നമുക്കിങ്ങനെ ഒരു കണ്ടോ, ഈ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂയിലൂടെ ഒക്കെ നമുക്ക് പോകുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. മീഡിയം ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നതും 399. പിന്നെ നമ്മളിത് ഇന്നലത്തെ വീഡിയോസിൽ ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇതും നല്ല കൊറിയൻ മോഡലാണ്. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് സിംഗിൾ പീസേ ഉള്ളൂ. സ്മോൾ സൈസസിൽ ഇനിയും ചോദിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളതാണ്, സിംഗിൾ പീസാണ് നമുക്കിരിക്കുന്നത്. എക്സ്ട്രാ സ്മോളിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കൊറിയൻ പാറ്റേൺ ആണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസിനെ പറ്റി എനിക്ക് പറയാൻ വാക്കില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഈ ബാക്ക് സൈഡിലൊക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, എന്നാ സോഫ്റ്റാന്ന് പറയും. നമ്മുടെ ബോഡിയോട് ചേരുന്ന ആ ഒരു പോർഷനൊക്കെ ഒട്ടും നമുക്ക് ഇച്ചിങ്ങോ, കുട്ടികൾക്കൊക്കെ അല്ലേ അവർക്ക് ഒരു ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടാകത്തില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ്. എക്സ്ട്രാ സ്മോളും ആണ് സൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നതും 390. പിന്നെ ഇതും എക്സ്ട്രാ സ്മോൾ സൈസുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ഇതും നമുക്ക് സിംഗിൾ പീസ് ആണ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ, നല്ല കളർ, ലെമൺ യെല്ലോയുടെ ഷെയ്ഡിലെ കറക്റ്റ് ലെമൺ യെല്ലോയുടെ കളറാണ് ഇത് വന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് വീഡിയോസിൽ ബ്രൈറ്റ് ഫീൽ ചെയ്യും, പക്ഷെ ഇതിന്റെ യഥാർത്ഥ കളർ എന്ന് പറഞ്ഞാൽ ലെമൺ യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത്. എക്സ്ട്രാ സ്മോളിനും യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 375. പിന്നെ നമ്മുടെ അടുത്ത് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഷർട്ട് ചോദിക്കുന്നതിൽ നമുക്ക് ഇതിനകത്ത് ഒരു ലാർജ് സൈസസിലുള്ള ഒരു ഷർട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻസിൽ സ്ലീവ് വരുമ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ലീവ് പാറ്റേൺ ആണ്. കണ്ടോ, ഇതാണ് പാറ്റേൺ വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. കണ്ടോ, ബ്ലൂ ജീൻസിന്റെ കൂടെ ആണ് ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്നത്. ബ്ലൂ വൈറ്റിന്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് 40. പ്രൈസ് റേഞ്ച് വരുന്നത് 380. പിന്നെ നമുക്ക് XXL സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പീസാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പീസാണ് കേട്ടോ. നല്ല ഒരു സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക്. അതിന്റെ മോഡലും കണ്ടോ, നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ബ്ലാക്ക് പാൻസിന്റെ കൂടെയൊക്കെ നല്ല ഹിപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടും കേട്ടോ. കോളർ പാറ്റേൺ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സൈസസ് XXL. പ്രൈസ് റേഞ്ച് വരുന്നത് 380. പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോസിൽ ഉണ്ടായിരുന്നത് ഈ രണ്ട് പാറ്റേൺസ് ആണ്. ഇത് രണ്ടും നമുക്ക്, ഇത് XXL സൈസും ഇത് ലാർജ് സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു കോട്ടൺ ലിനൻ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് വരുന്നത്. ഷർട്ട് പാറ്റേൺ കേട്ടോ. ഇത് വരുമ്പോൾ മിക്സഡ് കളേഴ്സിൽ വരുന്നതാണ്. ഇത് 350 ആണ് റേറ്റ്. ഇത് വരുമ്പോൾ 380. പിന്നെ ഇത് നമ്മൾ മാനിക്യൂണിൽ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ കണ്ടോ. ഇതെന്ന് പറയുമ്പോൾ ലാർജ് XLകാർക്ക് പറ്റിയ മെഷർമെന്റ് ആണ്. കൂടുതലും XL സൈസുകാർക്ക് പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോ ഈ ഒരു മാനിക്യൂണിൽ വെയർ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ലാർജുകാർക്കും ഈ ഒരു ഫിറ്റിൽ കിടക്കും. 40 സൈസുകാർ എടുത്താലും അവർക്ക് ഒരു ഇത്തിരി ഈ ഒരു പോർഷനിലൊക്കെ ഇത്തിരി ലൂസ് ഫിറ്റ് വരുമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലാർജ് സൈസുകാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് നമുക്ക് 42 ആണ് കേട്ടോ. നോക്കി ഇതിന്റെ ഈ ഒരു പോർഷനിൽ ഈ ബോയ് ഒക്കെ ചെയ്ത് എന്നാ അടിപൊളി ക്ലോത്ത് ആണെന്നറിയോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലോത്തും അടിപൊളി പാറ്റേണും ആണ്. സൈസസ് XL ആണ്. ലാർജുകാർക്ക് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 390 ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷ്രെഡ് പാറ്റേൺ ആണ്. ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു പീസാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ്. കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷ്രെഡ് പാറ്റേൺ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷ്രെഡ് പാറ്റേൺ ആണ് ഇത്. പക്ക ഇതെല്ലാം പുറത്തെ മോഡലാണ്, വെസ്റ്റേൺ പുറത്തെ മോഡൽസ് ആണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി ഈ ഒരു ഫ്രില്ല് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്യാദേഴ്സ് പോലുള്ള ആ ഒരു പ്ലീറ്റ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. ഫുള്ളി കണ്ടോ, ഇത് നോക്കിക്കേ. ഇത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ടോപ്പ് വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ വരും. ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് 2-3 രീതിയിൽ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം.
2 സൈഡ്സിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയോട്ടും ഇത് ഈ 2 സൈഡിലേക്ക് ബട്ടൺ കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ ഈ ബട്ടൺ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ബട്ടണിലേക്ക് കൊടുത്താൽ ഈ ഒരു 1 സൈഡിലേക്ക് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ടോപ്പ് വെയർ ചെയ്ത് ആ ഒരു ഫിനിഷിങ് തന്നെ ആയിരിക്കും. ഇതിനകത്ത് വൈറ്റ് തന്നെ വേണമെന്നില്ല. ഇത് നമുക്ക് ഏത് കളർ ഇന്നേഴ്സും നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് യൂസ് ചെയ്ത് കൊടുക്കാം. കഴിച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഷ്രെഡ് പാറ്റേൺ ആണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള അടിപൊളി ഒരു ഷ്രെഡ് പാറ്റേൺ ആണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അടിപൊളി പാറ്റേൺ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ വെയർ ചെയ്ത് പോയാലുണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കാണാനുണ്ടാവില്ല. അത്രയും യൂണീക്ക് ആയിട്ടുള്ള ഒരു പീസ് തന്നെ ആയിരിക്കും ഇത് വരുന്നത്. സൈസസ് ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390 ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കളക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കാം. അടുത്ത വീഡിയോസിൽ നമുക്ക് അടുത്ത കളക്ഷൻസ് ആയിട്ട് കാണാം. അത് മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആരെയും ഫോഴ്സ് ചെയ്യല്ല. പറ്റിയാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണേ. പിന്നെ പറ്റിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം താങ്ക് യു, ബൈ.